നമശിവായ. ശരിക്കും അയോധ്യയിൽ നടക്കാനിരിക്കുന്ന രാമയന്ത്ര പ്രതിഷ്ഠയുടെ ഭാഗമായി പ്രസിഡന്റിൻ്റെ കൂടെ അമ്മയും ക്ഷണിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആശ്രമത്തിലെ അന്തേവാസിലെ അമ്മയും യാത്ര തിരിക്കുകയാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യം അമ്മ റെയിൽവേയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പെയാണ്. കാശിയിലേക്ക് അമ്മ പോയിട്ടുണ്ട്, വാരണാസിയിലേക്ക് പോയിട്ടുണ്ട്. കൂടാതെ അമ്മ ഡൽഹിയിൽ നിന്നും കൽക്കട്ടയിലേക്കുള്ള യാത്ര പോയിട്ടുണ്ട്. അതൊക്കെ തന്നെ കൂടിപ്പോലെ 20-25 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അയോധ്യ പ്രതിഷ്ഠ സമയത്ത് തന്നെ, അന്ന് ഈ കൊറോണ സമയമാണ്, അപ്പം തന്നെ അമ്മയെ ക്ഷണിച്ചിരുന്നു. അന്ന് അമ്മയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. വൈസ് ചെയർമാനായിരുന്നു അന്ന് പങ്കെടുത്തത്. അന്ന് തന്നെ അമ്മ ഞങ്ങളൊക്കെ പറയുമായിരുന്നു, നമുക്കെല്ലാം ഒരു ദിവസം എല്ലാവരും കൂടെ ഒരുമിച്ച് പോകണം എന്ന് അമ്മ എപ്പോഴും പറയും. ഞങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെ സാധിക്കും ഇത്? കാരണം നമ്മൾ ആക്ച്വലി ടൂറുകൾ പോകാറുണ്ടെങ്കിൽ 500 പേരെ കൂടെ 600 പേരൊക്കെയാണ് 10 ബസ്സിൽ 11 ബസ്സിൽ പോകുന്നത്. ഇത് 1300 പേര് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അമ്മയ്ക്കൊരു ക്ഷണം ലഭിച്ചതും അങ്ങനെ തന്നെ റെയിൽവേ, ശരിക്കും നന്ദി പറയേണ്ട റെയിൽവേയുടെ ആണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ റെയിൽവേ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യവും ചെയ്തു തന്നു. ഇങ്ങനെ ട്രെയിൻ അറേഞ്ച് ചെയ്ത് തരികയും ഞങ്ങൾ 1200 പേര് അങ്ങനെ അമ്മയുടെ കൂടെ അയോധ്യയിലേക്ക്, രാമൻ്റെ മണ്ണിലേക്കുള്ള യാത്രയിലേക്കാണ്. ട്രെയിൻ 1 മണിക്ക് ഇവിടുന്ന് പുറപ്പെടും. ഞങ്ങളെല്ലാവരും വളരെ ഉത്സാഹപരമായി ഭക്തിപരമായിട്ട് അയോധ്യയിൽ നിന്ന് അയോധ്യ പോലെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അമൃതപുരിയിൽ നിന്ന് അമൃതപുരിയിലേക്കാണ് ചിന്തിക്കുന്നത്. ഒരു മഹാത്മാവിൻ്റെ കൂടെ വേറൊരു മഹാത്മാവ് അവതരിച്ച് ലീലയാടിയ സ്ഥലത്ത് രാമൻ്റെ ആ പുനഃപ്രതിഷ്ഠ, ആ വിഗ്രഹം കാണാനായിട്ട് ഞങ്ങളും അമ്മയുടെ കൂടെ യാത്ര ഇരിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമഃശിവായ.